ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന അരി വെച്ചിട്ട് നല്ല അടിപൊളി ഒരു എഗ് ബിരിയാണി റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. അതിന് നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്ന പാത്രം എടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഗരം മസാല ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ഈ മുട്ടയൊന്ന് തിരിച്ച് മറിച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മസാലയൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഈ 4 മസാലയാണ് ഞാൻ ആദ്യം ചേർത്ത് കൊടുക്കുന്നത്. കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഉപ്പിട്ട് കൊടുത്ത് മുട്ടയൊന്ന് ഫ്രൈ ചെയ്തെടുത്തു. ഇനി നമുക്ക് ആ ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ വലിയ ജീരകം, കറുവപ്പട്ട, ഗ്രാമ്പൂ, ഏലക്കയാണ് ഇട്ട് കൊടുക്കുന്നത്. അത് ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി അതിലേക്ക് നമുക്കൊരു 3-4 സവാള ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞത് ഇട്ട് കൊടുത്തൊന്ന് വഴറ്റിയെടുക്കാം. ഇന്ന് കറി വെക്കാൻ ഒന്നുമില്ലല്ലോ എന്ന് വിഷമിച്ചിരിക്കുമ്പോഴാണ് നമ്മൾ ഫ്രിഡ്ജിൽ മുട്ടയിരിക്കുന്നത് കണ്ടത്. അപ്പോൾ ഓർത്തു റേഷൻ കടയിൽ അരി ഇരിപ്പുണ്ടല്ലോ, നമുക്ക് ഇന്നലേക്ക് ബിരിയാണി വെക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഗെയ്സ് നമ്മൾ ഇന്നൊരു എഗ് ബിരിയാണി ആക്കി കേട്ടോ. അപ്പോൾ അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത് ചേർത്ത് കൊടുത്ത് വഴറ്റിയ ശേഷം അതിലേക്ക് 2 തക്കാളി ഇട്ട് കൊടുത്ത് നല്ലോണം നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി മസാലയ്ക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്കുള്ള മസാല ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലയാണ്. പിന്നെ അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ബിരിയാണി മസാലയും കൂടെയാണ് ചേർത്ത് കൊടുക്കുക. നിങ്ങളുടെ അതില്ലെങ്കിൽ ചിക്കൻ മസാല ചേർത്ത് കൊടുത്താലും മതി. ഇതെല്ലാം നല്ലോണം വഴറ്റിയെടുത്ത ശേഷം നമുക്കതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ പുതിനയില ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. എൻ്റെ പുതിന ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല. പിന്നെ അതിലേക്ക് കുറച്ചും കൂടെ ഉപ്പിട്ട് കൊടുത്തു. നമ്മുടെ ചോറിനും എല്ലാത്തിനും ഉപ്പ് വേണ്ടേ, അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുത്ത ശേഷം ഇനി അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ തൈര് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ഇളക്കിയെടുത്ത ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ ഒരു മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന അരി നമ്മൾ വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. വെള്ളം ചൂടാക്കിയ ശേഷം അതിലേക്ക് കറുവപ്പട്ട, ഗ്രാമ്പൂ, ഏലക്ക, ഓയിൽ ഒഴിച്ച് കൊടുത്ത് ഒന്ന് തിളച്ച് വന്ന ശേഷം നമ്മുടെ റേഷൻ കടയിലെ അരി ഇട്ട് കൊടുത്ത് അതൊന്ന് ജസ്റ്റ് ഒന്ന് കുതിർന്ന് കിട്ടുന്ന സമയത്ത് ഞാൻ കോരി മാറ്റിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് വേണം നമ്മളൊന്ന് കോരി മാറ്റാൻ വേണ്ടി. ഇതാ കണ്ടില്ലേ, നല്ല പയർ മണി പോലെ കിടക്കുന്നത്, ഒരുപാട് വെന്തിട്ടില്ല. ജസ്റ്റ് ഒന്ന് കുതിർന്ന ശേഷം കോരി മാറ്റി എടുത്ത് വെച്ചിട്ടുള്ള ചോറാണിത് കേട്ടോ. അത്രയും മാത്രം വെന്താൽ മതി. നമ്മളിപ്പോൾ ദം ചെയ്യുമ്പോൾ നല്ലതായിട്ട് വെന്ത് കിട്ടിക്കോളും. അപ്പോൾ ആ മസാലയിൽ കുറച്ച് ഞാനെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ലാസ്റ്റ് ഒന്നിടാൻ വേണ്ടി. ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ചോറൊക്കെ ഇട്ട് കൊടുത്തു. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് പാലിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും പൈനാപ്പിളിൻ്റെ എസൻസ് ഒഴിച്ചതാണ്, അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് കൊടുത്തു. കുറച്ച് മല്ലിയില ഇട്ട് കൊടുത്തു. പിന്നെ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ചോറ് ഇട്ട് കൊടുത്തു, എസൻസ് ഒഴിച്ച് കൊടുത്തു, മല്ലിയില ഇട്ട് കൊടുത്തു. ഇങ്ങനെ നമ്മൾ ദം ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ലാസ്റ്റ് നമ്മൾ കുറച്ച് ഉള്ളി മസാല എടുത്ത് മാറ്റി വെച്ചില്ലേ, ആ മസാല ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് നമ്മുടെ മുട്ടയും കൂടി ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ട് നമുക്കൊരു 10-15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് ദം ചെയ്തെടുക്കണം. ഒരു 10-15 മിനിറ്റോളം നമുക്ക് ദം ചെയ്തെടുക്കണം. അപ്പോഴത്തേക്ക് നമ്മുടെ ചോറ് കറക്റ്റ് പാകത്തിൽ വെന്ത് വന്നോളും. അതിന് മുകളിലേക്ക് ഞാൻ കുറച്ച് ഉള്ളി ഫ്രൈ ചെയ്തെടുത്തു, കുറച്ച് നെയ്യൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിന്ന് ദം ചെയ്തെടുക്കാം. ഈ ഒരു പാനിൻ്റെ അടിയിൽ ഞാൻ ദോശക്കല്ല് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മുകളിലാണ് ഞാൻ ഇത് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നേരിട്ട് വെച്ച് കൊടുക്കുകയല്ല, ദോശക്കല്ല് വെച്ച ശേഷം ആണ് നമ്മൾ ദം ചെയ്തെടുക്കുന്നത്. നമ്മൾ ജോലിയെല്ലാം കഴിഞ്ഞ് സന്തോഷത്തിലിരിക്കുമ്പോഴാണ് ഗൈസ് ചേട്ടൻ്റെ 8ൻ്റെ പണി ചിക്കൻ മേടിച്ചുകൊണ്ട് വന്നു. ഉള്ളി വെക്കാൻ മടിയുള്ളത് കൊണ്ട് കുറച്ച് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അവരുടെ ഇഷ്ടമാണല്ലോ നമ്മുടെ ഇഷ്ടം, മക്കളുടെയും ഭർത്താവിൻ്റെ ഇഷ്ടമല്ലേ നമ്മുടെ ഇഷ്ടം എന്ന് വിചാരിച്ചുകൊണ്ട് കുറച്ച് ഞാനെടുത്ത് ഫ്രൈ ചെയ്യുകയാണ്. കുറച്ച് കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, പെപ്പർ ചിക്കൻ മസാല, ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് നമ്മൾ നല്ല അടിപൊളിയായിട്ടൊരു ഡ്യൂപ്ലിക്കേറ്റ് ഫ്രൈ ആണ് ചെയ്യാൻ പോകുന്നത്. നമ്മളിതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇങ്ങനെയാണ് നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നല്ലതുപോലെ മസാല വരട്ടിയെടുത്ത ശേഷം നമ്മൾ എണ്ണയ്ക്കകത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുത്ത് കഴിച്ചാലും നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നമ്മുടെ തട്ടിക്കൂട്ട് ഫ്രൈ ആണ് ഗൈസ്. അപ്പോൾ നമ്മളിത് മസാല പാർട്ടി എണ്ണയ്ക്കകത്ത് ഇട്ട് കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ എഗ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ദം ചെയ്ത് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. കറക്റ്റ് പാകത്തിൽ ചോറ് വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ നന്നായിട്ട് ഇളക്കിയെടുക്കുമ്പോഴത്തേക്കും നമ്മുടെ മുട്ടക്കുട്ടന്മാരെല്ലാം പൊട്ടിപ്പോവും. അതുകൊണ്ട് ഞാൻ എഗ്ഗൊക്കെ മാറ്റിയ ശേഷമാണ് ചോറ് നന്നായിട്ട് ഇളക്കിയെടുക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് ആദ്യം നമ്മുടെ മുട്ടക്കുട്ടന്മാരെ ഒരു പാത്രത്തിലേക്ക് സുരക്ഷിതമായിട്ട് മാറ്റി വെക്കാം. മുട്ടയെല്ലാം മാറ്റിയെടുത്ത ശേഷം നല്ലതുപോലെ നമുക്കൊരു മസാലയും ഈ ചോറും കൂടെ ഒക്കെ നന്നായിട്ടൊന്ന് പുരട്ടിയെടുക്കാം. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, ചോറൊന്നും അധികം വെന്ത് പോയിട്ടൊന്നുമില്ല, ഉടഞ്ഞു പോയിട്ടൊന്നുമില്ല. ഈ ഒരു കറക്റ്റ് പാകത്തിൽ തന്നെ നമുക്ക് ചോറ് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കൊരു പ്ലേറ്റിലേക്കൊന്ന് മാറ്റാം.
നല്ല പയറുമണി പോലെ കിടക്കുന്ന ചോറാണ് ഗൈസ്. ഒരുപാട് വെന്ത് പോയിട്ടൊന്നുമില്ല. നമ്മൾ അരി ഊറ്റുമ്പോൾ ജസ്റ്റ് ഒന്ന് കുതിർന്ന് കിട്ടുമ്പോഴത്തേക്ക് നമ്മൾ കോരി മാറ്റണം. എങ്കിൽ മാത്രമേ ഇതുപോലെ നല്ല സൂപ്പറായിട്ട് നമുക്ക് ഈ ചോറ് കിട്ടത്തുള്ളൂ. അപ്പോൾ പ്ലേറ്റിലേക്ക് നമ്മൾ ബിരിയാണിയൊക്കെ റെഡിയാക്കിയിട്ട് നമ്മൾ കുറച്ച് സലാഡ് ഉണ്ടാക്കി, കുറച്ച് പപ്പടം, പിന്നെ അച്ചാറൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മുടെ തട്ടിക്കൂട്ട് ചിക്കൻ ഫ്രൈ എല്ലാം കൂടെ നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ നമ്മൾ എഗ് ബിരിയാണി വെക്കാമെന്ന് വിചാരിച്ചപ്പോൾ ചിക്കൻ ഫ്രൈയും കൂടെ കൂട്ടിന് വന്നു. നല്ല അടിപൊളിയായിരുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ഉണ്ണിക്ക് ചൂസ്.